നമ്മളൊരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുന്നമേ തന്നെ നമ്മൾ എന്താണ് പ്രാർത്ഥിക്കാൻ പോകുന്നത്, നമ്മുടെ അപേക്ഷകൾ എന്തൊക്കെയാണെന്ന് പ്രാർത്ഥന കേൾക്കുന്ന, നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ കർത്താവിന് നന്നായിട്ടറിയാം എന്നാണ് യേശു ഇവിടെ പഠിപ്പിക്കുന്നത്. അങ്ങനെ ദൈവത്തിന് എല്ലാം അറിയാമെങ്കിൽ, നമ്മൾ യാചിക്കുന്നതിന് മുമ്പ്, പ്രാർത്ഥിക്കുന്നതിന് മുൻപ് ദൈവത്തിന് എല്ലാം അറിയാമെങ്കിൽ പിന്നെ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ? യാചിക്കേണ്ട ആവശ്യമുണ്ടോ? എല്ലാം ദൈവത്തിന് അറിയാമല്ലോ. എന്നാൽ അതല്ല അതിൻ്റെ അർത്ഥം. നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുൻപ് നമ്മുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ദൈവത്തിന് നന്നായിട്ട് അറിയാം. സർവജ്ഞാനിയായ ദൈവത്തിന് അറിയാം. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള ചിന്ത ഉദിക്കുന്നില്ല. നമ്മൾ പ്രാർത്ഥിച്ചിരിക്കണം, യാചിച്ചിരിക്കണം, ചോദിച്ചിരിക്കണം, പ്രാർത്ഥനയുടെ ശക്തി കൂട്ടണം, സമയം കൂട്ടണം. നമ്മൾ സാധാരണ ഒരു വാക്ക് പറയാറുണ്ട്, കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ. നമ്മുടെ വീട്ടിൽ ഒരു കുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞ് വിശപ്പ് വന്നിട്ടും രോഗം വന്നിട്ടും അസ്വസ്ഥത വന്നിട്ടും അത് കരയുന്നില്ല. വീട്ടുകാർ പാല് കൊടുക്കോ? ആശുപത്രി കൊണ്ടുപോവോ? കൊച്ചിനൊരു കുഴപ്പമില്ലെന്ന് വിചാരിക്കും. പിന്നെ കുറെ കാലം കഴിയുമ്പോഴായിരിക്കും ചിന്തിക്കുന്നത്, എന്തോ കുഴപ്പം കൊച്ചിന്, കൊച്ചി കരയാത്തത് കൊണ്ട് എന്തോ കുഴപ്പമുണ്ടല്ലോ എന്ന് ചിന്തിക്കും. എല്ലാ വീട്ടിലുമുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ പരിശോധിച്ചാൽ ഈ കുഞ്ഞുങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കരയും, നിലവിളിക്കും. രോഗം വന്നാൽ നിലവിളിക്കും, വേദന വന്നാൽ നിലവിളിക്കും, വിശപ്പ് വന്നാൽ നിലവിളിക്കും, ദാഹം വന്നാൽ നിലവിളിക്കും. എന്തെങ്കിലും ഒരു ശാരീരിക അസ്വസ്ഥത വന്നാൽ കുഞ്ഞിന് വേറൊന്നും ചെയ്യാൻ അറിയാൻ പാടില്ല, നിലവിളിച്ച് കരയും. ആ കരച്ചിലും നിലവിളിയും കേൾക്കുമ്പോൾ മാതാപിതാക്കൾക്ക്, അടുത്ത ബന്ധുമിത്രാദികൾക്ക് മനസ്സിലാകും കുഞ്ഞിനെന്തോ ആവശ്യമുണ്ട്. ആ ആവശ്യം മനസ്സിലാക്കി ബുദ്ധിയോടുകൂടെ അവിടെ പ്രവർത്തിക്കും. അപ്പോൾ നമ്മൾ യാചിക്കുന്നതിന് മുൻപ് എല്ലാ കാര്യങ്ങളും ദൈവത്തിന് അറിയാമെങ്കിലും കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ, പ്രാർത്ഥിക്കുന്നവർക്ക് മറുപടിയുള്ളൂ. യേശു പഠിപ്പിച്ചല്ലോ, യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യാം, ദൈവം ചെയ്യേണ്ടത് ദൈവം ചെയ്യും. നമ്മളോട് പ്രാർത്ഥിക്കാനാ പറഞ്ഞത്, അത് ചെയ്തോളാം. മറുപടി തരാൻ മതിയായ ദൈവം നമ്മോട് കൂടെയുണ്ട്. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ നമ്മുടെ പ്രാർത്ഥനകളും യാചനകളും നമ്മൾ യാചിക്കുന്നതിന് മുന്നമേ ദൈവത്തിന് അറിയാമെങ്കിലും ചില കാരണങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമ്മളോട് പ്രാർത്ഥിക്കാൻ പറയുന്നത്. എന്താണ് ആ കാരണങ്ങൾ? യാക്കോബിന്റെ പുസ്തകം 4-ാം അധ്യായം 8-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ദൈവത്തോടടുത്ത് ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോടടുത്ത് വരും. നമ്മളോട് പ്രാർത്ഥിക്കാൻ പറയുന്ന ഒന്നാമത്തെ റീസൺ, ദ പ്രയർ ബിൽഡ്സ് എ റിലേഷൻഷിപ്പ് വിത്ത് ഗാഡ്. നമ്മൾ പ്രാർത്ഥിക്കുന്നതിലൂടെ നമുക്ക് സംഭവിക്കുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, പ്രാർത്ഥനയിൽ, ആ പ്രാർത്ഥനാ ജീവിതത്തിലൂടെ നമ്മുടെ പ്രിയപ്പെട്ട ദൈവവുമായിട്ട് ഒരാഴമേറിയ ഒരാത്മബന്ധമുണ്ടാവുകയാണ്. നമുക്ക് നമ്മുടെ ദൈവമുണ്ട്, നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്, നമ്മുടെ തൊട്ടരികിലുണ്ട്.
ആ കർത്താവുമായിട്ട് നമുക്കൊരു ഒട്ടും പിരിയാത്തൊരു ആത്മബന്ധമുണ്ടാകണമെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു സവിശേഷത പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ദൈവത്തോട് ആരടുത്ത് ചെല്ലണം? നമ്മൾ അടുത്ത് ചെല്ലണം. ഒന്നാമത്തെ സ്റ്റെപ്പ് വെക്കേണ്ടത് നമ്മളാ. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥനയിൽ, ഉപവാസത്തിൽ നമ്മൾ ഒരു സ്റ്റെപ്പ് ദൈവത്തിൻ്റെ അരികിലേക്ക് വയ്ക്കുമ്പോൾ ദൈവം 2 സ്റ്റെപ്പ് നമ്മുടെ അരികിലേക്ക് വരും. എങ്ങനെ അടുത്ത് ചെല്ലാം? പ്രാർത്ഥനയിലാണ് നമ്മൾ അടുത്ത് ചെല്ലുന്നത്. ഇപ്പോൾ നമ്മൾ ഇവിടെ ഇരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നു. നമ്മൾ മറ്റുള്ള എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് ദൈവവുമായിട്ട് ഒരു ബന്ധത്തിൽ നമ്മളായി തീർന്നിരിക്കുകയാണ്. ദൈവത്തോട് നമ്മൾ പ്രാർത്ഥനയിൽ അടുത്ത് ചെല്ലുക. അപ്പോൾ എന്ത് സംഭവിക്കും? ദൈവം നമ്മളോട് അടുത്ത് വരും. അപ്പൊ ദൈവവും നമ്മളും അടുത്തടുത്തടുത്ത് വരുന്നത്. ഇപ്പോൾ പ്രാർത്ഥന കുറയുമ്പോൾ, ആരാധന കുറയുമ്പോൾ അകന്നകന്നു പോവുകയാണ്. ഈ അകന്നകന്ന് നിൽക്കുന്ന ദൈവവും നമ്മളുമാകുന്ന വ്യക്തി അടുത്തടുത്ത് വരുന്നതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. കൂടുതൽ പ്രാർത്ഥിക്കുമ്പോൾ, മുടങ്ങാതെ പ്രാർത്ഥിക്കുമ്പോൾ, സ്ഥിരതയോടെ പ്രാർത്ഥിക്കുമ്പോൾ, മടുത്തു പോകാതെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ദൈവവുമായിട്ട് അടുത്തടുത്ത് വന്ന് ദൈവവും നമ്മളും ഒരാത്മാവായി മാറും. അപ്പോഴാണ് യേശു പറഞ്ഞത്, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇന്ന് നമുക്ക് ദൈവത്തെ പിരിഞ്ഞ് പലതും ചെയ്യാൻ പറ്റും. ദൈവത്തെ മറന്ന് പലതും ചെയ്യാൻ പറ്റും. നമ്മൾ പലതും ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ആ ദൈവവുമായിട്ട് അടുത്ത് കഴിഞ്ഞാൽ, നല്ലൊരു റിലേഷൻഷിപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ ദൈവത്തെ പിരിഞ്ഞ് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാനും എൻ്റെ പിതാവ് ഒന്നാണ്. എൻ്റെ പിതാവ് കാണിക്കുന്നൊക്കെ ഞാൻ കാണുന്നു. അവൻ പറയുന്നതെല്ലാം ഞാൻ പറയുന്നു. അവൻ ചെയ്യാൻ പറയുന്നത് ചെയ്യുന്നു. അത്രമാത്രം പിതാവും പുത്രനും തമ്മിലുള്ള ആത്മബന്ധം അതെങ്ങനെ കർത്താവിന് കിട്ടി? പ്രാർത്ഥനയിലാണത് കിട്ടിയത്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, എനിക്കും നിങ്ങൾക്കും ഇത്ര നല്ലൊരു ആത്മബന്ധം ദൈവവുമായി നമുക്ക് ലഭിക്കണമെങ്കിൽ ഇതാണ് ഏക വഴി. പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക, വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുക.